ഞാൻ അനുവിന്റെ സൈക്കാട്രി കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിത്വ വൈകല്യത്തെ കുറിച്ചാണ്. അപ്പോൾ ഹിസ്റ്റോണിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നാടകീയം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നാടകീയമായിട്ടും മറ്റുള്ളവരുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ പിടിച്ചു പറ്റുന്ന രീതിയിലും ഒക്കെ ഉള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ വരുന്ന ഒരു മാനസിക അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോണിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നറിയപ്പെടുന്നത്. ഹിസ്റ്റോണിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ പലപ്പോഴും അവരുടെ ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. പെരുമാറുന്ന രീതി, അപ്പോൾ അവർ ആ പെരുമാറ്റുന്ന രീതിയിൽ അവർക്ക് സെക്ഷൽ ആയിട്ടുള്ള രീതിയിൽ പോലും അവരെ റിയാക്ട് ചെയ്യാനായിട്ട് പഠിക്കത്തില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം പേഴ്സണാലിറ്റി ഡിസോർഡർ ഏതുമാകട്ടെ നമുക്കറിയാം, അവർക്ക് ഒരിക്കലും ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഒരിക്കലും മനസ്സിലാകില്ല. അതാണ് വ്യക്തിത്വ വൈകല്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെയാണ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഒരിക്കലും അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുകയില്ല. നമുക്ക് അവരെ മനസ്സിലേക്ക് കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആരംഭിക്കുന്നത് കൗമാര പ്രായത്തിലാണ് എന്ന് വേണം കരുതാൻ. അപ്പം ഒരു 20 വയസ്സിൽ അല്ലെങ്കിൽ കൗമാര പ്രായത്തിൽ കഴിഞ്ഞിട്ട് ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ചിലപ്പം ആരംഭിച്ചെന്ന് വരാം. അപ്പോൾ ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അപ്പൊ അവരുടെ പരിസരം നോക്കിയോ അല്ലെങ്കിൽ ആത്മാഭിമാനം നോക്കിയോ ഒന്നും ആയിരിക്കില്ല അവർ പെരുമാറുന്നത്. എങ്ങനെ മറ്റുള്ളവരെ ആകർഷണം ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം. അപ്പം ഈ ഒരു പെരുമാറ്റം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവർക്കിത് മനസ്സിലാവില്ല. ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ പലപ്പോഴും അവരുടെ പെരുമാറ്റവും അതുപോലെ തന്നെ ചിന്താരീതിയും പ്രശ്നമാണ് എന്ന് ശരിക്കും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ സാധാരണയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു 20 വയസ്സൊക്കെ ആരംഭിക്കുമ്പോഴും, പക്ഷെ ഇത് നമ്മൾക്ക് 1000 പേരിൽ ഒരാൾക്കൊക്കെ പലപ്പോഴും കാണാറുള്ളൂ. അപ്പം ഇപ്പൊ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത സ്ഥലങ്ങളിൽ അവർക്ക് വിലമതിക്കാത്ത സ്ഥലങ്ങളിൽ അവർ നിൽക്കില്ല. പെട്ടെന്ന് അവർ പോരുകയും അവർക്ക് പെട്ടെന്ന് ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷാദമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ വേഗത്തിലും ആഴത്തിലുമുള്ള വികാരങ്ങൾ അവർക്കുണ്ടാവും. പെട്ടെന്ന് നിൽക്കുന്ന നിൽപ്പിലായിരിക്കും അവരുടെ ഒരു പെരുമാറ്റം പുറത്തെടുക്കുന്നത്. പിന്നെ പൊതുസ്ഥലത്തോ സുഹൃത്തുക്കളായിട്ടോ കുടുംബാംഗങ്ങളെ ലജ്ജിക്കുന്ന തരത്തിൽ പോലും അവർ നാടകീയമായിട്ട് പെരുമാറിയെന്ന് വരാം. വൈകാരികമായിട്ടും ഒക്കെ അവർ പെരുമാറിയെന്ന് വരാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ സ്ഥിരത, എപ്പോഴും അവർക്ക് ഉല്ലാസം സന്തോഷവും ഒക്കെ തരുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ ആയിരിക്കും അവർക്ക് താല്പര്യം കൂടുതലുണ്ടാകുന്നത്. പിന്നെ കൂടുതൽ തിളങ്ങുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളും മേക്കപ്പും, അമിതമായിട്ടുള്ള മേക്കപ്പും, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു വരുന്ന രീതിയിലുള്ള മേക്കപ്പും ഒക്കെ ആയിരിക്കും മിക്കവാറും അവർ അണിയുക. അവർ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറുന്നത്. പിന്നെ അവർ ഭൂരിഭാഗം ആളുകൾ കണ്ടുമുട്ടുന്ന ആളുകളെയും ലൈംഗികമായിട്ട് ആകർഷിക്കും. അനുചിതമായിട്ടുള്ള ഒരു ലൈംഗികമായിട്ടുള്ള രീതിയിൽ പെരുമാറാനൊക്കെ ശ്രമിക്കും പലപ്പോഴും. ഇപ്പൊ നാടകീയമായിട്ടുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ അവരുടെ മറ്റുള്ളവരുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ പോലും അവര് അങ്ങനെ പെരുമാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അവർക്ക് സാധാരണക്കാളും കൂടുതൽ അടുപ്പമായിരിക്കാം. അപ്പൊ അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പം സാധാരണ ആളുകളെക്കാളും കൂടുതൽ എന്നെ ആളുകൾ വിശ്വസിക്കുന്നു, എനിക്ക് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ കൂടുതൽ വിശ്വാസമൊക്കെ ഇവർ കരുതും. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ. പിന്നെ ഇവർക്കുണ്ടല്ലോ ഇവരുടെ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു സംതൃപ്തിയും മറ്റുള്ളവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നിരാശയൊക്കെ ആയിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു രീതിയും കാണപ്പെടാറുണ്ട്. സ്ഥിരമായിട്ട് ഒരു ഉറപ്പോ അംഗീകാരമോ ഒക്കെ നേടുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും എപ്പോഴും ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ കാണപ്പെടുന്നത്. ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ജനറ്റിക്കലി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ അവരുടെ അടുത്ത ബന്ധുക്കൾക്കോ ഒക്കെ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഇതുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറോ ഒക്കെ ഉണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമ, ചെറുപ്പത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഏതെങ്കിലും ആളുകളുടെ പെട്ടെന്നുള്ള മരണം,
പിന്നെ നമുക്ക് ഒരു വീട്ടിലുള്ള ആരെങ്കിലും ഇങ്ങനെ അമ്മയോ അച്ഛനൊക്കെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റക്കാരാണെങ്കിൽ എങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പേരൻറ്റിങ് സ്റ്റൈല് എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മളുടെ കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നതിന് പ്രധാന പങ്ക് പേരൻസിനുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ അവരെ മോൾഡ് ചെയ്തെടുക്കുന്നു അതേ രീതിയിലായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്, ക്യാരക്ടർ രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോണിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വരാനുള്ളൊരു കാരണവും ഇത് തന്നെയാണ്. കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻറ്റിങ്, അടച്ചുകൂട്ടി വളർത്തുക. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പൊതുവെ ഒരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട്, അതിൽ സംതൃപ്തി ഉണ്ട്. അപ്പോൾ ആ ഒരു രീതി പിന്നീട് അവരെ അവലംബിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വീട്ടിൽ എപ്പോഴും പേരൻ്റ് ഡ്രമാറ്റിക് ആയിട്ടും അതുപോലെ തന്നെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ വയലൻസ് ഉള്ള പേരൻസ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഇൻറ്റർപ്രറ്റീവ് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള പേരൻ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പലതരത്തിലുണ്ടല്ലേ. അപ്പോൾ അതിന് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൽ അടുത്ത് ചെന്നിട്ട് അവരുടെ ഹിസ്റ്ററി നോക്കണം, റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, റിയാലിറ്റി ടെസ്റ്റിംഗ് നടത്തേണ്ടി വരും, ഇമ്പൾസ് കൺട്രോൾ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ഇത് ഹിസ്റ്റോണിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്ന് കണ്ടെത്താനായിട്ട്. അപ്പോൾ ഹിസ്റ്റോണിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്കിതെങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അവർക്ക് എത്രമാത്രം മിക്ക കേസുകളിലും ഹിസ്റ്റോണിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകൾക്ക് പെരുമാറ്റം പ്രശ്നകരമാണ് അല്ലേ. അപ്പോൾ അവരുടെ വികാരങ്ങളെ പെരുപ്പിച്ചും കാണിക്കുകയും ദിനചര്യയൊക്കെ ഫോളോ ചെയ്യുന്നതിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ചികിത്സ എന്ന് പറയുന്നത് പലപ്പോഴും 2-3 ഫോളോ അപ്പ് വളരെ ബുദ്ധിമുട്ടായിരിക്കാം അവർക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് ഇവരുടെ ഈ രീതി അവർക്ക് എത്രമാത്രം വിഷാദങ്ങൾ ഉണ്ടായിരുന്നോ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോമയോ അബ്യൂസോ ഒക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, ഡിപ്രഷനോ ആൻസൈറ്റിയോ കൂടുതലാണോ എന്ന് നോക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അത് മാറ്റിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ടോക്കിംഗ് തെറാപ്പി, സൈക്കോ തെറാപ്പിയിൽ വരുന്നതാണ്. ടോക്കിംഗ് തെറാപ്പിയിലൂടെ നമുക്ക് അവർക്ക് കറക്റ്റായിട്ടുള്ള അവരുടെ പെരുമാറ്റങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാനും അവരുടെ ഫോക്കസ് മാറിപ്പോകുന്നുണ്ടെങ്കിൽ കറക്റ്റായ രീതിയിലേക്ക് അവരുടെ ഫോക്കസ് കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. പിന്നെ അടുത്തത് ഗ്രൂപ്പ് തെറാപ്പിയിലൂടെ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് എങ്ങനെ പെരുമാറും, മറ്റുള്ളവരെ കാണുമ്പോഴാണല്ലോ ഇവരുടെ റിയാക്ഷൻസ് കൂടുന്നതും കൂടുതൽ അട്രാക്ഷൻ ഒക്കെ കിട്ടാവുന്ന രീതിയിൽ പ്രകടനമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള എങ്ങനെയാണ് ഒരു ഗ്രൂപ്പുമായിട്ട് ഇടപെടുമ്പോൾ അതിനെ സൂപ്പർവൈസ് ചെയ്യാനൊക്കെ നമുക്ക് ഗ്രൂപ്പ് തെറാപ്പിയിലൂടെ സാധിക്കും. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഈ തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ അവർക്ക് ആ സമയത്തുണ്ടാകുന്ന ഫീലിങ്സിനെയോ അവരുടെ പെരുമാറ്റത്തെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി എങ്ങനെ നേടിയെടുക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സൈക്കോ ഡൈനാമിക് തെറാപ്പി, അതുപോലെ സപ്പോർട്ടീവ് തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് അവരുടെ ഈ പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ മെഡിസിനിലേക്കൊന്നും പോകാതെ കുറച്ച് കൺട്രോൾ ആക്കി എടുക്കാനായിട്ട് ഈ തെറാപ്പിയിലൂടെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് ട്രീറ്റ്മെൻറ്റും തെറാപ്പിയും എല്ലാം ആവശ്യമാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മെഡിസിൻ്റെ ആവശ്യം വരില്ല. തെറാപ്പിയിലൂടെ തന്നെ ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയിട്ട് അവർക്ക് അവരുടെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ ടോക്കിംഗ് തെറാപ്പിയൊക്കെ ചെയ്തിട്ട് ഗ്രൂപ്പ് തെറാപ്പിയൊക്കെ ചെയ്ത് നമുക്ക് അവരുടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ഫലപ്രദമായിട്ട് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.